ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലമാണ്. അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മെയ് മാസത്തിൽ വളരെയധികം ദൈവാധീനവും ഭാഗ്യവുമൊക്കെ ഉള്ള ഒരു മാസമാണ്. പ്രധാനമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരു പരിധി വരെയൊക്കെ നടക്കുന്ന ഒരു മാസമാണ്. അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേരും നക്ഷത്രവും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. കൂടാതെ ജ്യോതിഷാലയത്തിൽ നേരിട്ട് വരുന്നതിനും അവസരമുണ്ട്. എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർത്തിട്ടുണ്ട്. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മെയ് മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഈ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക്, അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഉണ്ട്. ആയതിനാൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന മനോവിഷമങ്ങളുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുന്നതിന് ഒരു യോഗമുണ്ട്. കൂടാതെ ദേവാലയം, നഗരസഭ, മാർഗാലയം, സർവകർമാണി, ആജ്ഞാലംബനം, ഏതസർവം ചിന്തനീയം, ദശമേന എന്ന പ്രമാണപ്രകാരം ദശമഭാവം അത് ഉപജീവനത്തിൻ്റെ ഭാവമാണ്. അവിടേക്ക് ആ രാശിയുടെ അധിപനായിരിക്കുന്ന ആ ശുക്രഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് ത്രികോണസ്ഥാനമായ 5-ാം ഇടത്ത് നിൽക്കുന്നു. അത് വളരെ നല്ലതാണ്. മകരം രാശിക്ക് 5-ാം ഭാവമാണ് ഇടവം രാശി. അങ്ങനെയുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികളും നേട്ടങ്ങളും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും വിജയങ്ങളും പ്രതീക്ഷകൾക്ക് വകയുള്ള ഒരു മാസമാണ്. കൂടാതെ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും അതുപോലെ തന്നെ കർമ്മ കുശലതയുടെയും ഒക്കെ ആ സൈന്യാധിപനായിരിക്കുന്ന ചൊവ്വാഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രമായ മേടം രാശിയിൽ നിന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യും. അതും തൊഴിൽപരമായ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ചൊവ്വായും ശുക്രനുമൊക്കെ ബലവാനായിട്ട് വരികയും വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതിനാലും തൊഴിൽ കാര്യങ്ങളിൽ നല്ല നല്ല വിജയങ്ങൾ വന്നു ചേരും. പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കും അതുപോലെ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കും വർക്കുകളൊക്കെ നടത്തുന്നവർ, ഒരു വണ്ടി എടുക്കുന്നതിനായാൽ പോലും ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുന്നതിനായാലും അതല്ല വ്യാപാരമോ വിപണനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഓഹരി വിപണികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരോ, ഇനി അതുമല്ല ഊഹാപോഹ കച്ചവടങ്ങൾ, മറ്റ് ഏജൻസിയൊക്കെ എടുത്ത് പ്രവർത്തിക്കുക, മധ്യസ്ഥത വഹിച്ചുള്ള ഇടപാടുകളൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ മെയ് മാസത്തിൽ ഈ മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. വിദേശത്ത് പോകുന്നതിനും അതിനുവേണ്ടി ശ്രമിക്കുന്നതിനുമൊക്കെ അവർക്ക് പേപ്പർ ശരിയായി കിട്ടുന്നതിനും പെട്ടെന്ന് വിസയൊക്കെ അപേക്ഷിച്ചിട്ടൊക്കെ കിട്ടാതെ താമസപ്പെട്ട് കിടക്കുന്നവർക്ക് പെട്ടെന്ന് വിസ വന്നു ചേരുന്നതിനും നല്ല കമ്പനികളിലേക്ക്, നല്ല സ്ഥാപനങ്ങളിലേക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. അതുപോലെ വരുന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ജാഗ്രത വേണം. ധനസ്ഥാനാധിപൻ്റെ സ്ഥിതി ദുർബുദ്ധി സ്ഥാനത്താണ്. അപ്പോൾ പണം വിനിയോഗിക്കുന്നത് ശരിയായ രീതിയിൽ ആലോചിച്ചല്ല എങ്കിൽ പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾ അത് മുഖാന്തരം ധനനഷ്ടത്തിനൊക്കെ സൂചനയുണ്ട്. അതായത് വിദേശത്ത് പോകുന്നതിനാവശ്യമായ ധനം ചിലവാക്കുന്നത് ഏജൻറ്റുമാർക്കൊക്കെ കൊടുക്കുമ്പോൾ ചില
തട്ടിപ്പുകളൊക്കെ വന്നു ചേരാൻ സൂചനയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ തുടങ്ങുക, പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് സുഹൃത്തുക്കളോ അങ്ങനെ സുഹൃത്തുക്കളായിട്ട് ചമഞ്ഞു വരുന്നവരോ ഒക്കെ അത് തട്ടിയെടുക്കുവാനായിട്ടുള്ള സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. പരീക്ഷ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.